US-ൽ നിന്ന് ഇന്ത്യയിലേക്ക് നാടുകടത്തിയ കുടിയേറ്റക്കാരുള്ള ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ മനുഷ്യത്വമില്ലായ്മ ഇന്ത്യയിലാകെ ചർച്ചയാവുകയാണ്. സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ചയാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത്. സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ കുടിയേറ്റ നിയമം കടുപ്പിക്കുന്നതിന് മുമ്പായി ആയിരങ്ങളെയായിരുന്നു ഓരോ വർഷവും ഇന്ത്യയിലേക്ക് കയറ്റിവിട്ടിരുന്നത്. അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്ത്യക്കാരോട് കാണിച്ച പെരുമാറ്റത്തിന് നേർവിപരീതമാണ് ഇന്ത്യൻ കുടിയേറ്റക്കാരോട് US-ലെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ചെയ്തതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. ഒപ്പം ട്രംപിനെ സ്വന്തം സുഹൃത്തായി കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യക്കാരോടുള്ള US ഭരണകൂടത്തിന്റെ അനീതിയിൽ ഇതുവരെ പ്രതികരിക്കാതിരിക്കുന്നതും ചർച്ചയാവുകയാണ്. അതേസമയം തങ്ങളുടെ നാട്ടിലെ കുടിയേറ്റക്കാരെ സൈനിക വിമാനത്തിൽ കൊണ്ടുവരാനുള്ള നീക്കം കാനഡ തടഞ്ഞപ്പോൾ ഇന്ത്യ ഒന്നും ചെയ്യാതിരുന്നതും ചൂണ്ടിക്കാട്ടിയാണ് വിഷയത്തിൽ സോഷ്യൽ മീഡിയ വിമർശനം ഉയർത്തുന്നത്. യാത്രാ വിമാനങ്ങളെ അപേക്ഷിച്ച് യുദ്ധവിമാനങ്ങളിൽ സൗകര്യം പരിമിതമാണ്, താമസം അതീവ ദുഷ്കരവുമാണ്. ശരിയായ ഇരിപ്പിടങ്ങളോ മതിയായ ടോയ്ലറ്റുകളോ ഇല്ലാത്ത വിമാനങ്ങളിൽ യുദ്ധ തടവുകാരെ പോലെയാണ് ഇന്നലെ പഞ്ചാബിലെ അമൃത്സറിൽ 200-ലേറെ ഇന്ത്യക്കാർ വന്നിറങ്ങിയത്. 40ഓളം മണിക്കൂറിലേറെ നേരമാണ് ഇവർ വിമാനത്തിൽ കഴിഞ്ഞത്. 20 മണിക്കൂറിൽ താഴെയാണ് US-ൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള സാധാരണ വിമാന യാത്രാ സമയം. എന്നാൽ ജർമ്മനിയിൽ ഇന്ധനം നിറക്കുന്നതിന് വേണ്ടി നിർത്തിയിട്ടതാണ് ഇത്രയും സമയം ഇന്ത്യക്കാർ വിമാനത്തിനുള്ളിൽ ദുരിതമനുഭവിക്കാൻ കാരണം. യാത്രക്കാർ US ഇമിഗ്രേഷൻ വകുപ്പിൽ നിന്ന് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നേരിട്ടത്. യാത്രക്കാരുടെ കൈകളിലും കാലിലും ചങ്ങലയിടുകയും കഷ്ടിച്ച് നടക്കാൻ മാത്രം കഴിയുന്ന വിധത്തിൽ ബന്ധിപ്പിക്കുകയും ചെയ്തു. യാത്രക്കാർ പ്രയാസപ്പെട്ട് നടക്കുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സമാന രീതിയിലുള്ള നീക്കം US-മായി ഉടക്കി നിൽക്കുന്ന അയൽ രാഷ്ട്രമായ കാനഡയിലെ കുടിയേറ്റക്കാരോടും ചെയ്യാൻ നോക്കിയെങ്കിലും വിമാനത്തിന് ലാൻഡ് ചെയ്യാനുള്ള അനുമതി നൽകില്ലെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ സ്വന്തം പൗരന്മാർക്ക് അന്തസ്സോടെ കാനഡയിൽ ഇറങ്ങാൻ അവസരം കൈവരികയായിരുന്നു. ഇതാണ് ഇന്ത്യക്ക് നഷ്ടമായത്. ഒരു കാലത്ത് ദിവസങ്ങളുടെ മാത്രം കാലാവധിയുള്ള ഉംറ വിസയിലും വിസിറ്റ് വിസയിലും സൗദിയിലേക്ക് പോവുകയും കാലാവധി കഴിഞ്ഞാലും അവിടെ തന്നെ തങ്ങി ജോലി ചെയ്ത് പണം സ്വന്തമാക്കുകയും ചെയ്യുന്ന രീതി ഇന്ത്യക്കാരിൽ വ്യാപകമായിരുന്നു. പലരും ഇത്തരത്തിൽ 2 വർഷത്തോളം ജോലി ചെയ്യുന്നതോടെ സൗദി പോലീസിന് മുന്നിൽ കീഴടങ്ങി നാട്ടിലേക്ക് വരാറാണ് പതിവ്. ഇത്തരത്തിൽ പിടികൂടുന്നവരോട് യാതൊരു വിധത്തിലുള്ള മനുഷ്യാവകാശ ലംഘനവും സൗദി പോലീസോ ജയിലധികൃതരോ ഭരണകൂടമോ കാണിക്കാറുണ്ടായിരുന്നില്ല എന്ന കാര്യവും ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടതാണ്. പിടിക്കപ്പെടുന്നതോടെ അവരുടെ രേഖകൾ സർക്കാർ പരിശോധിക്കും. ഇഖാമയുൾപ്പെടെയുള്ള രേഖകളില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത കുടിയേറ്റക്കാരാണെങ്കിൽ കുടിയേറ്റക്കാരൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട് അവിടത്തേക്കുള്ള അടുത്ത വിമാനം അന്വേഷിക്കും. അതിൽ കയറ്റിവിടുകയാണ് പതിവ്. പിടിക്കപ്പെടുന്നവരെ വിമാന സമയം വരെ ജയിലിലേക്ക് മാറ്റും. തുടർന്ന് മറ്റു തടവുകാർക്കെല്ലാം ലഭിക്കുന്നത് പോലുള്ള ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങളും ഇവർക്ക് ലഭ്യമാക്കും. ഒരു ദിവസം മുതൽ ഒരാഴ്ച വരെയാണ് ഇത്തരത്തിൽ സാധാരണ ഓരോ കുടിയേറ്റക്കാരനും ജയിലുകളിൽ കഴിയാറ്. സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിലവിൽ കുടിയേറ്റ നിയമം കർശനമാക്കിയതിനാൽ നിയമവിരുദ്ധമായി ഇന്ത്യക്കാർ ഈ രാജ്യങ്ങളിൽ തങ്ങുന്നത് ഏറെക്കുറെ ഇല്ലാതായിട്ടുണ്ട്. നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കായി നിലവിൽ അറബ് രാജ്യങ്ങളിൽ പൊതുമാപ്പ് രീതിയും ഉണ്ട്. Waytonikah.com, the exclusive Muslim matrimonial site.